നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പാവ് ഭാജി, സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള പാവ് ഭാജി മസാല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രഷർ പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അതൊഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർക്കാം. ബട്ടറും ഓയിലും ഒരുമിച്ച് മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ബട്ടർ ബേണായി പോവും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം അത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ പാവ് ഭാജി മസാല കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ അത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഒരു പൊട്ടറ്റോ, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ അതിങ്ങനെ അരിഞ്ഞെടുത്തത്, കോളിഫ്ലവർ 1 കപ്പ്, ഒരു ചെറിയ കപ്പ് ക്യാരറ്റ്, ഇത്രയും കൂടെ നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊരു 12 മിനിറ്റ് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്കൊരു ഇതുപോലൊരു കടായി എടുക്കുക. അതിലേക്കൊരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞായി നുറുക്കിയത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാണ്. സവാള വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി എടുക്കാം. 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുഞ്ഞായി നുറുക്കിയത് ആഡ് ചെയ്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നമുക്കിതും കൂടെ നല്ലപോലെ വഴറ്റാം. ഇനി ഇതിലൊരു ചില്ലി കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിൽ വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1.5 ടീസ്പൂൺ പാവ് ഭാജി മസാല. മസാലയൊക്കെ ഇതിനോട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതിന് ഒത്തിരി കുക്കിംഗ് ടൈമില്ല, അത് കാരണമാണ് ഞാനത് കുക്കറിൽ വേവിക്കാത്തത്.
നമുക്കിതിൽ വേവിച്ചെടുക്കാനുള്ള സമയമേ ആവശ്യമുള്ളൂ. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മസാലയും ഗ്രീൻ പീസും എല്ലാം ഒരുമിച്ചൊന്ന് വേകണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്. മസാല ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പ്രഷർ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആ സ്റ്റോക്കോടുകൂടി തന്നെ ആഡ് ചെയ്യാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഇതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് നല്ലപോലെ ഈ കൂട്ടെല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി ഫൈനലായിട്ട് ഇത് നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട പാവ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലോ അല്ലെങ്കിൽ ദോശ തവയിലോ നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി ഒന്ന് കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാവിങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഒരു സൈഡ് ടോസ്റ്റ് ആയി കഴിയുമ്പം ഇപ്പുറത്തെ സൈഡ് കുറച്ച് ബട്ടർ കൂടെ തേച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കാം. ഈ സൈഡ് ഇങ്ങനെ തിരിച്ച് വെച്ച് ആ സൈഡിലൂടെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാവ് ഭാജി ഒരു വിളമ്പുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ടേസ്റ്റി പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് തയ്യാറാക്കിയ പാവ് ഭാജിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ സ്ട്രീറ്റ് സൈഡിൽ നിന്ന് പാവ് ഭാജി മേടിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് നല്ല റെഡ് കളറായിരിക്കും. അവർ അത് ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. എല്ലാവരും ഈ പാവ് ഭാജി വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.